പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഒന്ന് ഇടാമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അധികം ലേറ്റ് ആവാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ നോർമൽ വാനില കേക്കാണ്. അതിന് 600 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് വൈറ്റ് ഫോറസ്റ്റിന് 650 അത്യാവശ്യം ചോക്ലേറ്റ് ഒക്കെ ഉള്ളിൽ ലെയറായിട്ട് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റും 650 തന്നെയാണ്. അതും ഉള്ളിലെല്ലാം നന്നായിട്ട് തിക്കായിട്ട് നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്കിന് 850 രൂപയാണ്. അടുത്തത് ഓറിയോ കേക്കാണ്. ഓറിയോന് 750 രൂപയാണ് വാങ്ങിക്കുന്നത്. കുറച്ച് കൂടുതൽ ഓറിയോ ബിസ്ക്കറ്റൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കൂടുതൽ വാങ്ങിക്കാം. പിന്നെ വരുന്നത് മാംഗോ ഫ്രഷ് കേക്കാണ്. അതിന് 850 രൂപയാണ് വാങ്ങിക്കുന്നത്. ക്രഷ് വെച്ചാവുമ്പോൾ നമ്മൾ 50 രൂപ കുറച്ചിട്ട് 800 രൂപയാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ പൈനാപ്പിൾ കേക്കും ഫ്രഷിന് 850 ക്രഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 800 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ വരുന്നത് സ്ട്രോബെറി ഫ്രഷ് കേക്കാണ്. സ്ട്രോബെറി ഫ്രഷ് കേക്കിന് 900 രൂപയും ക്രഷ് കേക്ക് ഉപയോഗിക്കുമ്പോൾ 850 രൂപയാണ് വാങ്ങിക്കുന്നത്. അടുത്തത് ഓറഞ്ച് കേക്കാണ്. ഓറഞ്ച് ഫ്രഷിന് 900, ക്രഷിന് 850. പിന്നെ വരുന്നതാണ് ഫ്രഷ് ബ്ലൂബെറി കേക്ക്. അതിന് 950 രൂപയാണ്. അതുപോലെ ക്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 900 രൂപ വാങ്ങിക്കാം. പിന്നെ വരുന്നത് ഫ്രഷ് ഫ്രൂട്ട് മിക്സ് കേക്കാണ്. അതിന് 1000 പേയ്മെൻറ്റ് വരുന്നത്. കൂടുതൽ ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടുതൽ വാങ്ങിക്കാം. പിന്നെ വരുന്നതാണ് റെഡ് വെൽവെറ്റ് കേക്ക്. അതിന് 800 രൂപയാണ്. റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ആകുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ച് വ്യത്യാസം വരും. ചീസിന് റേറ്റ് കൂടുതലാണ്. കേക്കിന് 950 രൂപയാണ്. അപ്പോൾ റെഡ് വെൽവെറ്റ് പോലെ തന്നെ ഗ്രീൻ വെൽവെറ്റ്, ബ്ലൂ വെൽവെറ്റ് ഒക്കെ ഉണ്ട്. അതിനും 800 തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ വരുന്നതാണ് ചോക്കോ റെഡ് വെൽവെറ്റ്. അതിന് 950 രൂപയാണ് വാങ്ങിക്കുന്നത്. 1000 രൂപ വരെ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ചോക്കോ വെൽവെറ്റ്. അതിനും 900 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഫ്ലേവർ കേക്കാണ്. ഫസ്റ്റത്തത് ബട്ടർ സ്കോച്ച് കാരമൽ കേക്കിന് 900 രൂപയാണ്. പിന്നെ വരുന്നത് ചോക്കോ ബട്ടർ സ്കോച്ച് കേക്കാണ്. അതിനും 950 രൂപയാണ്. പിന്നെ മിൽക്കി ബട്ടർ സ്കോച്ച് കേക്കും അതിനും 950 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ചോക്കോ നട്ടിന് 950. കാഷ്യൂ അതുപോലെ ആൽമണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ വരുന്നത് മിൽക്കി നട്ട്. അതിന് 1000 റുപ്പീസാണ്. മിൽക്കി ആൽമണ്ടിന് നമ്മൾ 1000 വാങ്ങിക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റിന് റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ചോക്കോ ആൽമണ്ടും 1000 തന്നെയാണ്. പിന്നെ വരുന്നത് ഇതുപോലെ ഫ്ലേവർ കേക്കുകളാണ്. റസ്മലായി കേക്ക് 1200 രൂപയാണ്. ഗുലാബ് ജാമുൻ 1100 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ വരുന്നത് സ്പാനിഷ് ഡിലൈറ്റ്. അത് 1000 റുപ്പീസാണ്. അടുത്തത് നമ്മുടെ സ്നിക്കേഴ്സ് കേക്കാണ്. അതിന് 1250. കൂടുതൽ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് റേറ്റ് കൂടുതൽ വാങ്ങിക്കാം. പിന്നെ വരുന്നത് ചോക്ലേറ്റ് ഓവർലോഡഡ് ആണ്. അതിനും ഇതേപോലെ ഓവറായിട്ടുള്ള ഡെക്കറേഷൻസ് വരുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് 1000 റുപ്പീസാണ് വരുന്നത്. നോർമൽ ഡിസൈനാണ്. പിന്നെ വരുന്നത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ്. അതും നോർമൽ ഡിസൈന് നമുക്ക് 1100 രൂപ വരെ വാങ്ങിക്കാം. അടുത്തത് മാംഗോ ട്രഫിൾ കേക്കാണ്. അതിന് 1000 റുപ്പീസാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വാൻജോ കേക്കാണ്. 1000 റുപ്പീസാണ്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഈ കേക്കിന് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ന്യൂട്ടല്ല കേക്കാണ്. അത് 1100 രൂപയാണ്. ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേഷൻ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് റേറ്റ് കൂടുതൽ വാങ്ങിക്കാം. പിന്നെ വരുന്നത് ടെൻഡർ കോക്കനട്ട് ആണ്. ടെൻഡർ കോക്കനട്ടിന് 1000. കസ്റ്റമൈസ്ഡ് ഡിസൈനൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അടുത്തത് റാഫലോ കേക്കാണ്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കേക്കുകളിൽ ഒന്നാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 1100 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നട്ടി ബബിൾ ആണ്. അത്യാവശ്യം നട്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന കേക്കിന് 1100 രൂപ വരെ നമുക്ക് റേറ്റ് വാങ്ങിക്കാം. നെക്സ്റ്റ് റെഡ് ബി കേക്ക് ആണ്. ചോക്ലേറ്റ്, റെഡ് വെൽവെറ്റ് അതേപോലെ വാനില, ഈ 3 ഫ്ലേവറും കൂടി ഒരുമിച്ച് വരുന്നൊരു കേക്കാണ്. 1000 രൂപയാണ് അതിൻ്റെ റേറ്റ്. നെക്സ്റ്റ് വരുന്നത് കിക്കാറ്റ് കേക്കാണ്. ഇതിന് 1250 രൂപയാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കതനുസരിച്ച് ഓരോ ചോക്ലേറ്റിൻ്റെയും റേറ്റ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് ഫെറാറോ റോഷർ കേക്കാണ്. അതിന് 1300 രൂപയാണ്. 1 kg കേക്കിനൊരു 6 അല്ലെങ്കിൽ 7 ഫെറാറോ റോഷർ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഈ റേറ്റ് വാങ്ങിക്കാം. അതിൽ കൂടുതൽ ചോക്ലേറ്റ്സ് വെക്കുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതൽ വാങ്ങിക്കാം. അടുത്തത് റെയിൻബോ കേക്കാണ്. അതിന് 1250 രൂപയാണ്. പിന്നെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ വരുമ്പോൾ റേറ്റ് ചേഞ്ച് വരും. പിന്നെ വരുന്നത് നമ്മുടെ ജാർ കേക്ക്സ് ആണ്. ജാർ കേക്ക്സ് നമുക്ക് കറക്റ്റ് റേറ്റ് പറയാൻ പറ്റില്ല. കാരണം പല ഫ്ലേവറിലുള്ള ജാർ കേക്ക് ഉള്ളത് കാരണം ഏകദേശം നമുക്കൊരു 300 അല്ലെങ്കിൽ 350 ഗ്രാമിൻ്റെ റേറ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ജാർ കേക്കിന് വാങ്ങിക്കുന്നത്. ഗ്ലാസ് ബോട്ടിലിൽ സെയിൽ ചെയ്യുന്നതും അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ സെയിൽ ചെയ്യുന്നതും ജാർ കേക്കിന് റേറ്റ് ഡിഫറൻസ് ഉണ്ട്.
പിന്നെ വരുന്നതാണ് സിക്കിൾസിന് 70 രൂപയാണ് സ്റ്റാർട്ടിങ്. ഫോണ്ടൻ ഡെക്കറേഷൻസ് വരുമ്പോൾ നമുക്ക് റേറ്റ് വീണ്ടും ചേഞ്ച് വരും. നോർമൽ ഡിസൈൻസ് ആകുമ്പോൾ നമ്മൾ 70 റുപ്പീസ് തന്നെയാണ് വാങ്ങിക്കുന്നത്. അത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിനാണ് ആ ഒരു റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ പോപ്സും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് നമ്മൾ ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ ഫോണ്ട് ഡെക്കറേഷൻസ് ഒക്കെ വരുമ്പോൾ ഡെക്കറേഷൻ അനുസരിച്ച് നമ്മൾക്ക് പേയ്മെൻറ്റിന് വ്യത്യാസം വരും. ഡെക്കറേഷൻ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങിക്കാം. കേക്കും ഇതുപോലെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് ഡിസൈൻ ചെയ്തിട്ട് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഡെക്കറേഷൻ ആണെന്നുണ്ടെങ്കിൽ 35 രൂപയാണ് വരുന്നത്. അതല്ലാതെ ഇതേപോലെയുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷൻസും അതുപോലെ സ്റ്റിക്കർ ഡെക്കറേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് പേയ്മെൻറ്റിന് വ്യത്യാസം വരും. പിന്നെ വരുന്നതാണ് ഡോണട്ട്സിനും ഇതേപോലെ നോർമൽ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ വരുമ്പോൾ നമുക്ക് 40 രൂപയാണ് വരുന്നത്. അതല്ലാതെ നമ്മൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കൂടുതൽ വരും. പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മളുടെ ഓരോ ഏരിയ അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ടൗൺ ഏരിയയ്ക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുള്ള ഏരിയസൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം റേറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് ലഞ്ച് ബോക്സ് കേക്ക്. ഇതൊരു 300-350 ഗ്രാമോളം വെയിറ്റ് വരും. അപ്പോൾ ഫ്ലേവേഴ്സ് അനുസരിച്ച് നമുക്ക് റേറ്റിനും ഡിഫറൻസ് വരും. നമ്മൾ 1 kgയുടെ റേറ്റ് വെച്ചിട്ട് വേണം ഈ ഒരു 350 ഗ്രാമിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അടുത്തതാണ് നോർമൽ ബ്രൗണി. അതിന് 750 മുതൽ 800 രൂപ വരെ റേറ്റ് വാങ്ങിക്കാം. പിന്നെ വരുന്നത് ന്യൂട്ടെല്ല ബ്രൗണിയാണ്. ഇത് കൂടാതെ ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ബ്രൗണി ഉണ്ട്. ന്യൂട്ടെല്ല ബ്രൗണിക്ക് 1200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ പലർക്കുള്ള ഡൗട്ടാണ്, ഇതേപോലെ സ്റ്റിക്കർ കേക്കുകൾ വരുമ്പോഴും അതുപോലെ ഫോണ്ടൻ ഡെക്കറേഷൻ കേക്കുകൾ വരുമ്പോഴെല്ലാം നമ്മൾക്ക് പല റേറ്റുകളായിരിക്കും വരുന്നത്. കാരണം സ്റ്റിക്കറിന് റേറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ആ റേറ്റിന് കേക്ക് സെയിൽ ചെയ്യാം. ഫോണ്ടൻ്റ് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ അതനുസരിച്ച് കൂടുതൽ റേറ്റ് വാങ്ങിക്കേണ്ടി വരും. പിന്നെ അതേപോലെ 2 ടയർ കേക്ക് ചെയ്യുമ്പോഴും നമുക്ക് എക്സ്ട്രാ ഒരു 100 രൂപ വാങ്ങിക്കാം. അതുപോലെ നമ്മൾ ടോൾ കേക്ക് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് 100 റുപ്പീസ് എക്സ്ട്രാ വാങ്ങിക്കാം ടോൾ കേക്ക് ചെയ്യുന്നതിന്. കാരണം ബോക്സിനൊക്കെ റേറ്റ് കൂടുതലായത് കാരണം നമുക്ക് ആ പേയ്മെൻറ്റും കൂടി എക്സ്ട്രാ വാങ്ങിക്കാം. പിന്നെ വരുന്നത് ഇതുപോലുള്ള ടോപ്പേഴ്സാണ്. അതിനും പല സൈസിലുള്ള ടോപ്പേഴ്സിനും പല റേറ്റാണ്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് എത്ര ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ ടോട്ടൽ റേറ്റിൻ്റെ കൂടെ നമുക്ക് അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ചെറിയ റേറ്റ് കുറഞ്ഞ ടോപ്പേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം വലിയ ടൈപ്പുള്ള റേറ്റ് കൂടിയ ടോപ്പേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കേക്കിൻ്റെ റേറ്റ് പറയാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോണ്ടൻ്റ് ടെഡീസൊക്കെയാണ്. ഇത് നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 100 മുതൽ 150 രൂപ വരെ വാങ്ങിക്കാം. അതല്ല കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 200-250 രൂപ വരെയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കേക്ക് പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബോക്സസ് ആണ്. അത് പ്ലെയിൻ ആയിട്ടുള്ള ബോക്സസിന് ഒരു റേറ്റും പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോക്സസിന് വേറൊരു റേറ്റുമാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ് പ്രിൻറ്റഡ് ബോക്സിന്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വാങ്ങിക്കാം. അതുപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിട്ടും. സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ റേറ്റ് തന്നെയായിരിക്കും മാക്സിമം എടുക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.